ആശുപത്രി നിങ്ങളൊക്കെ ആശുപത്രിയാക്കി ലാബുകളോ നിശ്ചയിച്ചു കാശു കൈക്കലാക്കി. നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ഇതൊരു ഗവൺമെന്റ് ആശുപത്രിയാണ്, അല്ലാണ്ട് ചന്തയല്ല. തൽക്കാലത്തേക്ക് ഈ ആശുപത്രി ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ആക്കിയെന്ന് വെച്ച് ഇങ്ങനെ കിടന്ന നിലനിർത്തി അറിയാവോ? ഇവിടെ ഒരുപാട് പേഷ്യൻസ് ഉള്ളതാ. എല്ലാരും പോയിക്കേ. അയ്യോ, ആരെ ഈ രോഗികൾക്ക് കഞ്ഞി ഉണ്ടാക്കുന്ന ചെമ്പ് പാത്രം ഇവിടെ കൊണ്ടുവച്ചത്? അമ്മോ സാറേ, അത് രോഗികൾക്ക് കഞ്ഞി വെക്കണ ചെമ്പല്ല, ലംബോർഗണിക്കാർ സ്വന്തമായിട്ടുള്ള സിനിമാ നടന്റെ അമ്മച്ചിയില്ലേ, അവരെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന ചെമ്പ് പാത്രമാണ്. ഓ, അപ്പൊ വെറും ചെമ്പല്ല, ചെമ്പോർഗിനി എന്ന് പറ. മോളി, നീ അറിഞ്ഞ ഞങ്ങള് ഹെലികോപ്റ്ററിൽ കയറിയടി? എന്ത് രസമാണെന്നോ. നിങ്ങളുടെ വീട്ടിലൊന്നും വെള്ളം കയറിയില്ലല്ലേ? കഷ്ടായി പോയി. എടി മോളി എന്ന് പേരുണ്ടായ മാത്രം പോരാ, മോളി കൂടി പറക്കാനും വേണം ഒരു യോഗം. എടി പിന്നെ ഞങ്ങളിപ്പോ ദുരിതാശ്വാസ ക്യാമ്പിലാടി. ഇവിടെ എന്ത് അടിപൊളിയാണെന്നോ. ഇവിടെ ഇഷ്ടംപോലെ ഡ്രസ് ഉണ്ടടി, നൈറ്റി, ചുരിദാറ്, പട്ടുസാരി. ഒരു 2 കൊല്ലം കൊടുക്കാനുള്ളത് ഞാൻ എന്റെ ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ഹലോ വെച്ച് കളഞ്ഞു, അസൂയ. പ്രളയമല്ല, ഇനി തീമഴ പെയ്താലും പെണ്ണുങ്ങളെ തോപ്പിക്കാനാവൂല. ഇതാരാ കുതിരപ്പുറത്ത് വരുന്നത്? കായംകുളം കൊച്ചുണ്ണിയോ? ഞാൻ കായംകുളം കൊച്ചുണ്ണിയൊന്നല്ല, പാവം കാലൊടിഞ്ഞ കൊച്ചുണ്ണിയാണ്. ഇവിടെ ഒടിഞ്ഞ കാലം താങ്ങിയെടുത്തോളം സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കയറ് കെട്ടി വലിച്ചു പിടിച്ചതാ. ആഹാ, കൊച്ചുണ്ണിയുടെ കാലം എങ്ങനെയാ ഒടിഞ്ഞത്? എന്റെ ഡോക്ടറെ, ഇന്നലെ രാത്രി 12 മണിക്ക് എന്റെ ഭാര്യക്ക് കരിക്ക് കുടിക്കണമെന്ന് ഒരു പൂതി. അങ്ങനെ ഇരുട്ടത്ത് വലിഞ്ഞ് തെങ്ങി കയറി, അങ്ങനെ തെങ്ങി താഴെ വീണതാ. അപ്പൊ തനിക്ക് പാതിരാത്രി തെങ്ങിക്കയറാൻ പറ്റില്ലെന്ന് ഭാര്യയോട് പറയാറുന്നില്ലേ? കേറി കൊണ്ട് ഇത്രയും പറ്റുള്ളൂ, പറ്റില്ലെന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ അവളെന്നെ തലമണ്ട അടിച്ച് പൊട്ടിച്ചേരാ. കൊച്ചുണ്ണി ചെല്ല്. ഹലോ, എന്തേത് ഒരു ചോദ്യവും പറച്ചിലില്ലാണ്ട് കിടക്കുന്നത്? ഒരു അഡ്മിഷനാണോ? ആളെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. 10 തലയാ, തനി രാവണൻ, പ്രമുഖ നേതാവ്, സെൽഫോൺ തള്ളം താൻ. അപ്പോ സാറെന്ത് ഇവിടെ ഒന്ന് കിടക്കുന്നത്? ദുരിതം അനുഭവിക്കുന്ന പാവങ്ങളോടൊപ്പം ക്യാമ്പിലാണ് ഉറക്കം പോലുമെന്ന് 10 പേരെ അറിയിക്കാൻ FB-യിൽ പോസ്റ്റ് ഷൂട്ട് ചെയ്യണതാ. ഓഹോ, അതായിരുന്നോ? നാ കിടക്കട്ടെ. ഡോക്ടറെ, ഇവിടെ കാലും കൈയൊടിഞ്ഞ് 20 പേഷ്യൻസ് ഉണ്ട്. എല്ലാവർക്കും കൂടി ആകെ ഇനി ഇവിടെ ഒരൊറ്റ എക്സ്റേ ഫിലിമേ ഉള്ളൂ കേട്ടോ. എന്ത് ചെയ്യും? ആണോ? എന്നാ ഒരു കാര്യം ചെയ്യ്, എല്ലാരും കൂടി മുറ്റത്ത് നിരത്തി നിർത്തി ഒരു ഗ്രൂപ്പ് എക്സ്റേ അങ്ങോട്ട് എടുക്കും. പിന്നെ ആക്കുമ്പോ ആരാധന ഉണ്ടാവില്ലല്ലോ. ഈ ഡോക്ടറിനൊരു ബുദ്ധിയെ ഭയങ്കരം തന്നെ. ഏതോ ഭയങ്കര ഉറുമ, അങ്ങോട്ട് മാറിക്കിടക്കാം. ലൈക്ക് കുറെ വാരി കൂട്ടും കൊച്ചു കള്ളൻ. അയ്യോ, ആംബുലൻസ് ആണല്ലോ, പണിയായെന്നാ തോന്നുന്നത്. അയ്യോ ഡോക്ടർ, ഇത് ആംബുലൻസ് അല്ല, ഏതോ നാടൻ പാട്ടുകാരെ അപകടം പറ്റി വന്നതാ. നാടൻ പാട്ടുകാരോ? എനിക്കിത് ഭയങ്കര ഇഷ്ടാ. ഇന്ന് ഞാൻ തകർക്കും. എഴുതി പോയിക്കോട്ടോ, അവരിങ്ങോട്ടൊന്നും ലൈക്കല്ല, നല്ല ചവിട്ടായിട്ട് കിട്ടാൻ വയ്ക്കോ. അവിടെ നിന്ന് കയറി പൊളിക്കാണ്ട് ഇങ്ങോട്ട് കയറി വാ. അടിപൊളി, സൂപ്പർ, കിടുക്കി. ചേട്ടനായിരിക്കും വേണ്ടി ആശാനല്ലേ? എന്താ പേര്? അച്ചോടാ, അപ്പൊ കുടുംബം ആനന്ദം പരമാനന്ദമാണ് എന്റെ കുടുംബം. ആനന്ദം പരമാനന്ദമാണ് എന്റെ കുടുംബം. മതി. ആശാൻ എന്താ പറ്റിയത്? കളിച്ചു നടക്കണം ചട്ടം ചാടുന്ന കാളയുടെ, ഈ കാള ദേവന്റെ കാള, അമ്പലം ചുറ്റുന്ന കാളയുടെ. കളിച്ചു നടക്കണം ചട്ടം ചാടുന്ന കാളയുടെ, ഈ കാള ദേവന്റെ കാള, അമ്പലം ചുറ്റുന്ന കാളയുടെ. എന്നിട്ട് കാളയുടെ കളിച്ചു നടക്കണം ചട്ടം ചാടുന്ന കാളയുടെ,
ഉത്സാഹം ഒന്നും കാണാറില്ലല്ലോ. ഇവിടെ കിടന്ന് കീറി പൊളിച്ചോളണം കേട്ടാ. എന്റെ ഡോക്ടറെ കാളയുടെ എന്ന് പറഞ്ഞ അപ്പൊ തന്നെ അതിന്റെ ബാക്കി ഇവന്മാര് പാടും. ആണോ? എന്നാ നമുക്ക് കാളേനെ ബിജു എന്ന് വിളിച്ചാലോ? ആ അത് കൊള്ളാം, അത് മതി. എന്നിട്ട് ബിജുവിന്റെ കുത്തു കൊണ്ടതാ. അയ്യോടാ എങ്ങനെ? ആ അതൊരു വലിയ കഥയാ. ഇന്ന് ഞങ്ങൾ നാടൻ പാട്ടും കഴിഞ്ഞ് പാടവരമ്പത്തൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് പാടത്ത് 3-4 ബിജുക്കൾ നിന്ന് പുല്ല് തിന്നുന്നു. അതിലൊരു കറുത്ത പുള്ളിയുള്ള ബിജു എന്നെ കണ്ടത് പാഞ്ഞു വന്നെന്റെ ബാക്കിലിട്ട് ഒച്ച കുത്ത് പകച്ചു പോയി എന്റെ മൂലം. ഏതായാലും ഇന്നിവിടെ കിടക്കേണ്ടി വരും. അയ്യോ അത് പറ്റൂല, എനിക്ക് രാത്രി 9 മണിക്ക് മുമ്പ് ഒരു സ്ഥലത്തെത്താനുള്ളതാ. എവിടെ? അല്ല ചെറിയൊരു അത്യാവശ്യം. 9 മണിക്ക് മുമ്പ് എത്തണം, അതുകൊണ്ടാ. ആശാൻ എവിടെ പോണേന്ന് പറ. അല്ല അത് പിന്നെ എനിക്ക് 9 മണിക്ക് മുമ്പ് ഓയ്, ഓയ്. ഓയ്, ഓയ്. അയ്യോ ഡോക്ടറെ, കൈവിട്ടു പോയി. ആ ശരി ശരി ശരി. ഇയാൾ ഇവിടെ അധികം നിൽക്കണ്ട, ഒരു തീറ്റി എടുത്തിട്ട് പൊക്കും. തീറ്റിയൊക്കെ എടുത്തോ, പക്ഷെ ഡോക്ടർ എടുക്കണ്ട. പിന്നെ ആരെടുക്കും? തെക്കും പാല തുണിക്കുന്ന പൊന്നിനേശും കുഞ്ഞേ, എന്റെ അടുത്തൊന്നു വന്ന് കളിവിളയാടട്ടെ.